പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രോംപ്ടന്റെ സീലസ് ഡാക്ക് 43 എന്ന ഒരു കൂളറിനെ പറ്റിയാണ്. ഇപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇത് സീലസ് ഡാക്ക് 43 എന്നൊരു മോഡലാണ്, ക്രോംപ്ടന്റെ ആണ്. അതായത് ഇപ്പോൾ ഉള്ള കൂളറുകൾ ഫാനുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡാണ് ക്രോംപ്ടൺ എന്നുള്ളത്. ക്രോംപ്ടന്റെ 43 ലിറ്ററിന്റെ കൂളറാണിത്. 43 ലിറ്ററിന്റെ വെറും കൂളറല്ല, ഡാക്ക് 43, അതായത് ഡെസേർട്ട് എയർ കൂളർ എന്ന് പറയും. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരുപാട് കൂളിംഗ് എയർ പുറത്തേക്ക് തള്ളുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഫാനുള്ള ഒരു മോഡൽ തന്നെയാണിത്. ഇതിലെ ഈ ഡാക്ക് എന്ന് പറയുന്നത് ഡെസേർട്ട് എയർ കൂളർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ചെറിയ റൂമിന് വേണ്ടിയുള്ളതല്ല, അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾക്ക് അല്ലെങ്കിൽ ഹാളുകൾക്ക് ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മോഡലാണിത്. എന്നാൽ ഈ ഒരു ഡെസേർട്ട് എയർ കൂളിംഗ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് ലോയിൽ ഇട്ടാൽ പോലും നല്ല അത്യാവശ്യം നല്ലൊരു തണുപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കിട്ടത്തില്ല. കാര്യം ഇത് കൂളറാണ്, AC അല്ല. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തുവാണ്, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഇത് നമുക്ക് വരുന്നത് 4 കാസ്റ്റർ വീലുള്ള മോഡലാണ്. അത്യാവശ്യം ഒരു ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9.4 കിലോ അത്യാവശ്യം ഭാരമുള്ള ഒരു മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ടൊന്നും എടുത്തു നടക്കാനായിട്ടുള്ള പറ്റത്തില്ലാത്ത ഒരു മോഡലാണ്. അതുകൊണ്ടാണ് അവർ 4 കാസ്റ്റർ വീലുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാസ്റ്റർ വീലുകളാണ്. അതിൻ്റെ അകത്ത് 2 വീലുകൾക്ക് നമുക്ക് ഇതിന് ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് 2 ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇതിന് വരുന്ന ഹണികോമ്പ് പാടുകളാണ്. അതായത് വെള്ളം നമുക്ക് ഇതിനകത്ത് നൂറ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് വരണമെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ എയർ കൂളറിനൊക്കെ ബാക്ക് സൈഡിൽ മാത്രമേ, അതായത് 1 സൈഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഹണികോമ്പ് പാടുകൾ വരാറുള്ളൂ. എന്നാൽ ഇതിന് 3 സൈഡ് ഹണികോമ്പ് പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ കൂടുതൽ എയർ പുറത്തു നിന്നും വലിച്ചെടുത്ത് തണുത്ത എയർ ആക്കി പുറത്തേക്ക് തള്ളിവിടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടും നല്ല കൂടുതൽ സ്ഥലത്തേക്കും കൂടുതൽ തണുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡെസേർട്ട് എയർ കൂളർ, അതായത് സീലസ് ഡാക്ക് 43 എന്ന ഈ ഒരു എയർ കൂളറിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മോഡൽ കിട്ടുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബേസ് മോഡലും അതുപോലെ തന്നെ ഇതിന്റെ വീൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഇതിന് വീൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കവറിംഗ് ബോഡി ഉണ്ട്. ആ ബോഡി നമുക്ക് സ്ക്രൂ ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഈ ഒരു കൂളറിലേക്ക് ടൈറ്റ് ചെയ്യാനും അതിനുശേഷം ഇതിന്റെ ടയർ നമ്മൾ ആ ഒരു കാസ്റ്റർ വീൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കയറ്റുകയാണ്. അല്ലാതെ വേറെ ഫിറ്റിംഗ്സ് ആയിട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം കിട്ടുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെയുള്ള ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മോഡ് വരുന്നത് ഓഫ്, ഹൈ, മീഡിയം, ലോ എന്നുള്ള മോഡിലേക്കാണ് വരുന്നത്. നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഉള്ളത് ലോയിലേക്ക് നമുക്ക് ഫാൻ നമുക്ക് കറക്കാനായിട്ട് സാധിക്കും. പിന്നെ മീഡിയം ലെവലിലേക്കും ഹൈ ലെവലിലേക്കും നമുക്ക് ഇതിന്റെ ആ ഒരു ഫാനിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് പമ്പിന്റെ ഫംഗ്ഷൻ, അതായത് പമ്പിന്റെ സ്വിങ് ചെയ്യുന്നതിന്റെ ഫംഗ്ഷനാണ് വരുന്നത്. പമ്പിന്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഓസ് ഉണ്ട്. അതുപോലെ തന്നെ പമ്പ് മാത്രം വർക്ക് ചെയ്യുക, പമ്പ് വർക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഹണിക്കോമ്പ് പാട് നനയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വിങ് ചെയ്യാനായിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കാറ്റിന്റെ ഒരു ഫ്ലോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 2 സൈഡിലേക്കും പോകുന്നതാണ്. അതിനാണ് സ്വിങ് ഫംഗ്ഷൻ ഉള്ളത്. പിന്നെ ഉള്ളത് സ്വിങ് മാത്രമായിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് നമുക്ക് പമ്പ് യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇതൊരു ഫാൻ മാത്രമായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാറ്റിന്റെ ആ ഒരു ഫ്ലോ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്വിങ് ഫംഗ്ഷൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നമുക്കുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതായത് ഡിജിറ്റൽ ഒന്നുമല്ല, ജസ്റ്റ് മാനുവലായിട്ട് രീതി നമുക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള രീതി കാണിക്കുന്നുണ്ട്. അത്രയും ഭാഗം ഒരു ട്രാൻസ്പെറന്റ് രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എവിടം വരെ എത്തി, മീഡിയം ആണോ ലോ ആണോ, വെള്ളം കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. 43 ലിറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ടാങ്ക് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉൾക്കൊള്ളുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഉരുട്ടിക്കൊണ്ട് നടക്കാവുന്നതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല. അതുകൂടാതെ നമുക്ക് ഈ ഒരു 43 ലിറ്റർ ഒക്കെ നിറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ഡേയ്സ് ഒക്കെ നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളോ വെള്ളം നിറക്കണോ വേണ്ടയോ, വെള്ളമില്ലാതെ പമ്പ് കംപ്ലൈന്റ് അങ്ങനെയുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വലിയൊരു ടാങ്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ മാനുവലായിട്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ ലെവൽ അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഐസ് ട്രേ ഉണ്ട്. നമുക്ക് തണുത്ത ഐസ് കട്ടകളൊക്കെ വേണം നമുക്ക് ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് തണുത്ത ഒരു എയർ നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഐസ് ക്യൂബ് ഇടുന്ന ഒരു സെക്ഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് പുറകിൽ നമുക്കൊരു ഓവർഫ്ലോയുടെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട, വെള്ളം നിറഞ്ഞു പോവുകയില്ല, ഇതിനകത്ത് ഓവർഫ്ലോ ആയിട്ട് പോയിക്കോളും. അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ഒരു വാൽവ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊരു കൂളറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. എന്നാൽ അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു ക്രോംപ്ടന്റെ സീലസ് ഡാക്ക് 43 എന്ന ഈ ഒരു മോഡലിനുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് ടോട്ടലി നമുക്ക് ഫുൾ ആയിട്ട് ഓവറോൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ഏതൊരു സ്റ്റാൻഡിന്റെ പുറത്തോ അല്ലെങ്കിൽ എങ്ങനെയും ഒരു സ്ഥലത്ത് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ നിന്നാലും അല്ലെ അത്യാവശ്യം നമ്മൾ ദൂരത്ത് നിന്നാലും നമുക്ക് ആ ഒരു എയർ ഫ്ലോ നമുക്ക് ടോട്ടലി കിട്ടുന്നുണ്ട് ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ മുൻപ് ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ 3 സൈഡിലും നമുക്ക് ഹണിക്കൊമ്പ് പാടുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ എയർ തണുത്ത എയർ നമുക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂളിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിന് കാസ്റ്റർ വീൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അതായത് പോർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഈ ഒരു വീൽ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അതിന്റെ 2 വീല് നമുക്ക് ലോക്ക് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഉരുണ്ട് പോകാതെ നിൽക്കാനുള്ള കാര്യമാണ്. അതും ഒരു ഇതിന്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു മനോഹരമായ 2 നോബുകളാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് ഫംഗ്ഷൻ സ്പീഡ് ഫംഗ്ഷൻ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ 2 അടിപൊളി നോബുകളാണ് വരുന്നത്. മാരുതിയുടെ കാറിന്റെ ഒക്കെ നോബുകളൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നോബാണ് വരുന്നത്. എങ്കിലും ടാറ്റയുടെ ഒക്കെ വണ്ടികളിലേക്ക് ഗ്യാപ്പ് പോലെ തന്നെ കുറെ ഗ്യാപ്പുകളൊക്കെ ഇതിനകത്ത് അത്ര ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഫാനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം അടിപൊളി സ്പീഡ് തന്നെയാണ്. 105 വാട്ട് പവർ ആണ് ഈ ഒരു ഡാക് 43 എന്ന ഈ ഒരു മോഡല് പവർ എടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു ഇത്രയും മോഡൽ 43 ലിറ്ററിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇതിന് കുറച്ച് മുകളിലോട്ടോ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള മോഡൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 100ന് മുകളിലോട്ട് കുറച്ച് കൂടുതൽ വാട്ട് പവർ എടുക്കുന്ന മോഡലാണ്. പക്ഷെ എന്നാൽ ഇത് അത്യാവശ്യം കുറഞ്ഞ വാട്ട് എടുക്കുന്നതാണ്. 105 വാട്ട് മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. പക്ഷെ എന്നാൽ സാധാരണ ഒരു നോർമൽ ടേബിൾ ഫാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50-60 വാട്ടിന്റെ ഒക്കെയാണ് സാധാരണ ഒരു നോർമൽ ടേബിൾ ഫാൻ എന്ന് പറയുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതൊരു 3 ലെവൽ നമുക്ക് ഏറ്റവും ടോപ്പ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കുറച്ചൊരു നല്ല സ്പീഡ് തന്നെയാണ് നമുക്ക് ലോയിൽ ഇട്ടാലും ഇതിന്റെ ഒരു ഫാനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെ നല്ല കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന രീതിയിൽ എനിക്ക് ടോട്ടലി തോന്നിയത് നമുക്കിത് ടോട്ടൽ ഫുൾ ഒരു പ്ലാസ്റ്റിക് മോഡലാണ്, വേറെ ഒന്നും വരുന്നില്ല. ടോട്ടൽ എല്ലാ വശവും ഇതിന്റെ പ്ലാസ്റ്റിക് തന്നെയാണ്, കുറച്ച് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് മേടിക്കുന്ന അത്രയും പോലും ക്വാളിറ്റി എനിക്ക് ഇതിന് തോന്നിയിട്ടില്ല. ഒരു ഓവറോൾ ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഹാർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് തോന്നി. എന്നാലും ഈ ഒരു ടാങ്കിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വെറും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെയാണ് തോന്നുന്നത്. കുറച്ചുകൂടെ ഒക്കെ ഒരു ക്വാളിറ്റി കൊടുക്കാമായിരുന്നു. അതിന് പൈസ കൊടുക്കാൻ മേടിക്കുന്നതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു മോഡലാക്കി ഇറക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഐസ് ട്രേ എന്ന് പറയുന്ന ഏരിയയിൽ വളരെ ചെറിയൊരു ട്രേ ആണ് വരുന്നത്. നമുക്ക് അധികം ഐസ് ക്യൂബ്സ് ഒന്നും ഇതിന്റെ അകത്തോട്ട് ഇടാൻ പറ്റത്തില്ല. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഇതിന്റെ ക്ലോസിംഗ് ലിഡ് ആയിട്ടുള്ള ഈ ഒരു അടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പിള്ളേരൊക്കെ കൊടുത്ത് വേണ്ട 50 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ചെറിയൊരു പാത്രത്തിന് പോലും ഇതിലും ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വളരെ ലോ ക്വാളിറ്റി ഉള്ള രീതിയിലാണ് അതിലൊരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ അതുപോലെ നെഗറ്റീവ് എന്ന് തോന്നിയിട്ടുള്ളത് അവർ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാര്യം 3 സൈഡിലും അതുപോലെ തന്നെ ടോപ്പ് ഭാഗത്തും നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നാൽ ഈ ഒരു 3 ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് സാധിക്കത്തില്ല. ഒരു കപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ എടുത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്തൊരു വെള്ളം പോകുന്നുള്ളത്. നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല, നമുക്ക് വെള്ളം മുഴുവൻ നിലത്ത് വീഴുന്നതാണ്. അപ്പൊ അതൊരു അത്ര ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഈ റൈസ് ട്രേയുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയതും അതുപോലെ തന്നെ ലോ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു ക്ലോസിംഗ് ലിഡാണ്. അതായത് നമുക്ക് എയർ ഫ്ലോ വരാൻ വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്തിടാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മൊസ്കിറ്റോസും അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറാതെ, അതായത് നമ്മുടെ ഈ ഒരു ടാങ്കിന്റെ അകത്തോട്ട് ഇറങ്ങാതിരിക്കാനായിട്ടും ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്തിടാവുന്നതാണ്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പക്ഷെ എന്നാൽ ഒരു കുറച്ചുകൂടെ ക്വാളിറ്റി കൊടുക്കാമെന്ന് തോന്നുന്നു. വളരെ ലോ ക്വാളിറ്റിയാണ്. നമ്മൾ എപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 2 ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേളിൽ ഒരു സെറ്റും താഴെ ഒരു സെറ്റുമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഇതിന്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ കേബിൾ ലെന്ത് ആണ്. ഇതിന്റെ കേബിൾ വരുന്നത് 3 പിൻ ആണ്, 2 പിൻ അല്ല. ചിലതിനൊക്കെ ചില മോഡലിനൊക്കെ 2 പിൻ ആണ് വരുന്നത്. എന്നാൽ കുറച്ചൊരു സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കും ഇതിന് 3 പിൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള കേബിൾ തന്നെ. പക്ഷെ എന്നാലും വളരെ ലെന്ത് കുറഞ്ഞൊരു കേബിൾ തന്നെയാണ്. അത്യാവശ്യം ഒരു കൂളർ ആയതുകൊണ്ട് തന്നെ ഒരു ടേബിൾ ഫാനൊക്കെ പോലെ അത്യാവശ്യം നല്ല നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലഗിൽ എവിടെയെങ്കിലും കുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധിക്കത്തില്ല. വളരെ ലെന്ത് കുറഞ്ഞ കേബിളാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ നമുക്ക് എക്സ്റ്റൻഷൻ കേബിൾ വഴിയൊക്കെ വേണം കണക്ട് ചെയ്യാനായിട്ട്. അതൊരു വളരെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കേബിൾ ലെന്ത് അവർ കുറച്ച് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നോയ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വലിയ നോയ്സ് ഒന്നുമില്ല. എന്നാൽ ലോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ഒരു ടേബിൾ ഫാൻ ഹൈ സ്പീഡിൽ ഇടുന്ന ആ ഒരു നോയ്സ് കാര്യങ്ങളാണ് ഇതിന്റെ ഫാനിന്റെ രീതി വരുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം ഫുൾ ടാങ്ക് അല്ലാതെ ഒരു ഹാഫ് ടാങ്ക് വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വെള്ളം, അതായത് നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന വെള്ളം താഴേക്ക് വീഴുന്നത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെയാണ് താഴോട്ട് വീഴുന്നതായിട്ടുള്ളത്. അപ്പം ആ ഒരു സൗണ്ട് വരുമ്പോൾ കുറച്ചുകൂടി നോയ്സ് കൂടുതലായിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ഫീലാണ് ആ സമയത്ത്. നമ്മൾ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴയൊക്കെ പെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് വരുന്ന കാറ്റും അതുപോലെ തന്നെ വെള്ളം ഇതിലേക്ക് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അരുവിക്കരയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. കൂടെ ഒരു സ്പീക്കറിൽ ഇടിയുടെ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. നല്ല അടിപൊളി കിട്ടില്ല. മഴയുള്ള സമയത്ത് നമ്മൾ കടന്നുറങ്ങുകയല്ല, നമ്മൾ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇതിന് കിട്ടുക. ഇത് ഡാക് 43, അതായത് ഡെസേർട്ട് എയർ കൂളർ എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള നമുക്ക് കൂളിംഗ് കിട്ടുന്ന ഒരു മോഡലാണിത്.
അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ റൂമിലോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം വലിയ റൂമിലൊക്കെ മാത്രമേ സെറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലിയൊരു റൂം ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ കൂളിംഗ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കൂളർ തൊട്ടടുത്ത് വെച്ച് നമ്മൾ യൂസ് ചെയ്താലും പനി, തലവേദന, അതുപോലെ തന്നെ ജലദോഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം കൂളർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് അത്ര യോജിച്ച സാധനങ്ങളൊന്നുമല്ല. എന്നാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഹെവി ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹ്യൂമിഡിറ്റി കാര്യങ്ങളെല്ലാം വളരെ കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമുക്ക് നൈറ്റ് കണ്ടീഷനിലൊക്കെ വരുമ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അകത്ത് കൂളിങ്ങിന്റെ ആ ഒരു എയർ കൂളിംഗ് വരുന്നത് തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പനി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ത്രോട്ട് പെയിൻ അതുപോലെ തന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് ഓർമ്മിച്ചതേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ദൂരം മാറ്റി വെച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള റൂമിലാണെങ്കിൽ നമുക്ക് ലോയിലിട്ടാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർമ്മയിലിരിക്കുക. ഇത് AC അല്ല, കൂളറാണ്. അതുപോലെ തന്നെ കൂളിങ്ങിന്റെ കാര്യത്തിൽ പക്കയാണ്, അടിപൊളി സാധനമാണ്. നല്ല പെട്ടെന്ന് തന്നെ വളരെ കൂളിംഗ് നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കൂളിംഗ് കിട്ടുന്നുണ്ട്. അക്കാര്യത്തിൽ നല്ല കിടിലൻ ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കടകളിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോണിലുള്ള ഓൺലൈൻ സൈറ്റുകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഈ ഒരു മോഡലിന്റെ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ബൈ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്ന വാങ്ങിക്കാവുന്നൊക്കെയാണ്. പിന്നെ ഈ ഒരു മോഡൽ അത്യാവശ്യം കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാര്യം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി തന്നെയാണ്. കാരണം ഇത് നമുക്കൊരു കൂളറാണ്. കൂളറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് തണുത്ത കാറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലാണ് ക്രോംപ്ടൺ അവരുടെ ഈ ഒരു മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.